ഹായ് ഓൾ. അപ്പോൾ ദാ രാവിലെ എണീറ്റ പാടെ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഐറ്റം ആണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ. ഞാൻ ഫുഡ് ഐറ്റം ഒന്നും ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാറില്ല. പിന്നെ ഓർഡർ ചെയ്യുന്ന ഇച്ചയാണ്. ഇച്ചയാണെങ്കിൽ ലൊക്കേഷൻ ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആളൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ദൂരെയാണ്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ, അത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഫ്ലാറ്റ് എങ്ങാനും മാറിപ്പോയതാണോ? അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്ലാറ്റ് ഒന്നും മാറിപ്പോയിട്ടില്ല, വാലന്റൈൻസ് ഡേ ആയിട്ടുള്ള ഗിഫ്റ്റാണ്, രണ്ടുപേരും കൂടി കഴിച്ചോളാൻ പറഞ്ഞു. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫലൂഡയെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം, ഞാനും ഭാവിയും കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തൊന്നും പോകാറില്ല, ഇച്ചയില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാറേ ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് തന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായില്ലേ, അതും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാകുമ്പോൾ. അപ്പോൾ ഞാനും ഭാവിയും കൂടി അതൊക്കെ കഴിച്ചു. ഇച്ചിയുടെ ഗിഫ്റ്റ് വന്നതിന് മുന്നേ തന്നെ ഞാൻ വാങ്ങി വെച്ചതാട്ടോ. ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. ഇതാ നമ്മൾ റാപ്പ് ചെയ്യാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഗിഫ്റ്റായിട്ട് ഇതാ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആള് ലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് ഒരു 3 days കഴിഞ്ഞപ്പോഴാട്ടോ ആൾ വന്നത്. അപ്പോൾ ദാ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ടുപേരും കൂടി അത് ഓപ്പൺ ചെയ്തു. പിന്നെ ഇച്ചിക്ക് ഉപകാരപ്പെട്ട സാധനമൊന്നുമില്ല, എനിക്ക് എവിടെയെങ്കിലും ഷോയ്ക്ക് വയ്ക്കാൻ പറ്റിയൊരു ഐറ്റം ആണല്ലോ. പിന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനല്ലാതെ ഇച്ചിക്ക് ഈ ഒരു ഡേ വേറെ ആരാ കൊടുക്കുക? അപ്പോൾ ഒരു മിഠായി ആണെങ്കിലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ആരെങ്കിലും ഒരു മിഠായി ആണെങ്കിലും നമുക്കൊരു സന്തോഷത്തോടെ വാങ്ങിത്തരുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഇതാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചു. നിങ്ങളെല്ലാവരും ആഘോഷിച്ചോ? അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.